السلام عليكم ورحمة الله وبركاته. الحمد لله على إحسانه والشكر له على توفيقه وامتنانه. أشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه، وأشهد أن محمدا عبد الله ورسوله الداعي إلى رضوانه وعلى آله وصحبه وإخوانه. أعوذ بالله من الشيطان الرجيم. الله نزل أحسن الحديث كتابا متشابها مثاني تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ റമദാൻ മാസം ഒരു നിർബന്ധ ഇബാദത്തായി നമ്മുടെ മേൽ നിയമമാക്കിയത് തന്നെ ഖുർആൻ കാരണമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം. അത് ജനങ്ങൾക്ക് ഒരു സന്മാർഗമാണ്. സന്മാർഗത്തിൻ്റെ പ്രത്യക്ഷ തെളിവുകൾ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ്. വൽ ഫുർഖാൻ, നേരേത് കളവേത്, സത്യമേത് അസത്യമേത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന, മനസ്സിലാക്കി കൊടുക്കുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത് ഈ റമദാൻ മാസത്തിലാണ്. അതുകൊണ്ട് വമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ നാട്ടിൽ ഹാജരുണ്ടെങ്കിൽ, അഥവാ യാത്രക്കാരനല്ലെങ്കിൽ, അതുപോലെ രോഗിയല്ലെങ്കിൽ, നിർബന്ധമായും നിങ്ങൾ ആ മാസം നോമ്പനുഷ്ഠിക്കണം. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. വിശുദ്ധ ഖുർആനും നോമ്പുമായിട്ടുള്ള ബന്ധം ഈ ആയത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ആ വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ് എന്ന് ഓരോരുത്തരും അവനവനാണ് പരിശോധിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഹിദായത്താണ്, അള്ളാഹുവിൻ്റെ വചനമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. ആ വചനങ്ങളെ, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയും അതിലെ വിലവിലക്കുകൾ സൂക്ഷ്മതയോടുകൂടി പഠിച്ചും അതനുസരിച്ച് ജീവിക്കുക. സഹാബാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബാക്കൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതാനും വചനങ്ങൾ വഹിയായി അവതരിപ്പിച്ചാൽ ഞങ്ങളത് അപ്പോൾ തന്നെ കാണാതെ പഠിക്കും. ആ വചനങ്ങളിൽ പറഞ്ഞ മതപരമായ വിധികൾ എന്താണോ അത് ഞങ്ങൾ ജീവിതത്തിൽ അപ്പോൾ തന്നെ പാലിക്കും. ജൂതന്മാർ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, ഞങ്ങളുടെ ജൂത സമുദായത്തിനാണ് ആ വിശുദ്ധ ഖുർആൻ, ആ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഞങ്ങൾക്കന്ന് പെരുന്നാളാകും, ഒരു വലിയ ആഘോഷ ദിവസമായി ഞങ്ങൾ ആ ദിവസത്തെ സ്വീകരിക്കും. അപ്പോൾ ഉമർ ഖത്താബ് ചോദിച്ചു, ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആയത്ത്? അപ്പോൾ ജൂതം പറഞ്ഞു കൊടുക്കുകയാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, അതുപോലെ തന്നെ ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ടെന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിൻ്റെ തുടക്കത്തിലുള്ള ഈ വചനം, ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ആയത്ത് എന്ന് ജൂതന്മാർ പറഞ്ഞപ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞു, ഈ ആയത്ത് എനിക്കറിയാം, ഇത് എവിടെയാണ് അവതരിപ്പിച്ചതെന്നറിയാം. അവതരിപ്പിക്കുന്ന സമയത്ത് ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. അറഫയിലാണ്, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹജ്ജത്തുൽ വിദായിലാണ് ഈ വചനം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങുന്നത്. അപ്പം അതിൻ്റെ പ്രാധാന്യം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ്റെ ഓരോ വചനങ്ങളും അത് വളരെ നല്ല നിലയ്ക്ക് തദബ്ബുറോടുകൂടി വളരെയധികം പര്യാലോചിച്ചുകൊണ്ട് ഖുർആൻ പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഹമ്മദിൻ്റെ 4-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. അവർ ഖുർആൻ പരിചിന്തനം നടത്തുന്നില്ലേ? അതായത് ഖുർആനിൻ്റെ ആശയങ്ങളെ പരിശോധിച്ച് അതിലെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹ. നമ്മുടെ വിഷയം ഹൃദയത്തോട് ഖുർആൻ ചേർത്ത് വെക്കലാണല്ലോ. പക്ഷേ ഹൃദയത്തിനത് പരിചയമല്ല. അതാണ് നമ്മുടെയൊക്കെ ബുദ്ധിമുട്ട്. അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹ, അല്ല അവരുടെ ഹൃദയത്തിന് പൂട്ട് വീണിട്ടുണ്ടോ? പൂട്ടിയാൽ പിന്നെ അതെങ്ങനെ തുറക്കുക? താക്കോൽ തന്നെ വേണം. ആ താക്കോൽ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ താക്കോലിട്ടിങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പൂട്ടിയ ഹൃദയത്തെ തുറക്കാൻ നമുക്ക് സാധിക്കണം. അതിന് വേറെ വഴികളൊന്നുമില്ല. ഖുർആനിലേക്ക് തിരിയുക, ഖുർആൻ പഠിക്കുക, ഖുർആനെ ബഹുമാനിക്കുക, ഖുർആൻ ആദരിക്കുക, ഖുർആൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കുക. ഇതല്ലാത്ത മറ്റു മാർഗങ്ങളൊന്നുമില്ല. വീണ്ടും സൂറത്ത് സാദിൻ്റെ 29-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ആ ഗ്രന്ഥം താങ്കൾക്ക് നാം അത് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. മുബാറക്, അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. അനുഗ്രഹീതമായ ഗ്രന്ഥം, അത്ഭുതങ്ങൾ നിറഞ്ഞ ഗ്രന്ഥം, ആശയസമ്പുഷ്ടതയുള്ള ഗ്രന്ഥം, അത് താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ലിയദ്ദബ്ബറു ആയാതിഹി, അതവർ ശരിക്ക് ആലോചിച്ച്, വിവരമില്ലാത്ത ആളുകൾ വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, പണ്ഡിതന്മാരോട് ചോദിച്ച്, പണ്ഡിതന്മാരുടെ ക്ലാസ്സിൽ പങ്കെടുത്ത് നിരന്തരമായി നമ്മുടെ ഒരു ദിനചര്യയാക്കി മാറ്റണം ഖുർആൻ പഠനം. അതിനാണ് നിങ്ങൾക്കത് അവതരിപ്പിച്ചു തന്നത്. വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ അതുകൊണ്ട് ഉത്ബോധവന്മാരാവാൻ വേണ്ടിയും ബോധവാന്മാരാകാൻ വേണ്ടിയും അവർക്ക് ഉത്ബോധനം കിട്ടാനാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത്. സഹോദരന്മാരെ, ജിന്നുകൾക്കിത് ബോധ്യമുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വന്ന് ഖുർആൻ കേട്ടു. ആ ഖുർആൻ കേട്ടപ്പോൾ അവർ പറയുന്നത്, പെട്ടെന്ന് അവർക്ക് അതിൻ്റെ വലിപ്പവും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വിലയും അതിൻ്റെ നിലയും അതിൻ്റെ ആശയഗാംഭീര്യവും എല്ലാം അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ ഉടനെ പറഞ്ഞു, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബ യഹ്ദി ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലാ നുശ്രികു ബിറബ്ബിനാ അഹദ. എനിക്ക് ഇതാ അള്ളാഹു വഹി അറിയിച്ചിരിക്കുന്നു. എന്ത്? ഒരു വിഭാഗം, ഒരു സംഘം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് മാത്രമുള്ള പ്രവാചകനല്ല, പക്ഷേ റസൂലുൽ സഖലൈനി, രണ്ട് വിഭാഗത്തിൻ്റെയും പ്രവാചകനാണ്. മനുഷ്യരുടെയും ജിന്നുകളുടെയും പ്രവാചകനായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അവരിൽ ഞങ്ങളിൽ ഇസ്ലാം മതം സ്വീകരിച്ചവരുണ്ട്, ഞങ്ങളിൽ അനീതി പ്രവർത്തിക്കുന്നവരുമുണ്ട് എന്ന് ജിന്നുകൾ പറയാൻ കാരണം. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് അവർ ആ ഖുർആൻ കേട്ടപ്പോൾ ഇന്നാ സമയനാ ഖുർആനൻ അജബ, ഞങ്ങൾ അത്ഭുതകരമായ ഒരു ഗ്രന്ഥം ഞങ്ങൾ കേട്ടു. അത് യഹ്ദി ഇലർ റുശ്ദി, നേരായ മാർഗത്തിലേക്കാണ് ആ ഖുർആൻ ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹുവിൽ ഒരാളെയും പങ്കുചേർക്കുകയില്ല. അപ്പോൾ അത്ഭുതത്തിൻ്റെ ഗ്രന്ഥമാണ്. ഹസനുൽ ബസരി, പ്രമുഖനായ പണ്ഡിതൻ പറയാണ്, വല്ലാഹി മാ തദബ്ബറുഹു ബിഹിഫ്ളി ഹുറൂഫിഹി വ ഇളാഅത്തി ഹുദൂദിഹി. ഖുർആൻ പഠിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അക്ഷരങ്ങൾ മനഃപ്പാഠമാക്കലല്ല, വ ഇളാഅത്തി ഹുദൂദിഹി, അതിൻ്റെ വിധിവിലക്കുകൾ വലിച്ചെറിയലുമല്ല. ഖുർആനിൽ പറഞ്ഞ വിധിവിലക്കുകൾ ജീവിതത്തിലില്ല, പക്ഷേ ഖുർആൻ ഹാഫിളാണ്. ഖുർആൻ മനഃപ്പാഠമായി ഓതാൻ സാധിക്കും, പക്ഷേ ജീവിതത്തിൽ അതുണ്ടോ? ഇല്ല. ഹത്താ ഇന്ന അഹദുഹും ലിയഖൂലു, മനുഷ്യരിൽ ചില ആളുകൾ പറയും, ഖറഅത്തുൽ ഖുർആന, ഞാൻ ഖുർആൻ മുഴുവനും വായിച്ചു, ഞാൻ ഖുർആൻ മുഴുവനും ഓതി. മാ യുറാ ലഹുൽ ഖുർആനു ഫീ ഖുലുഖിൻ വലാ അമലിൻ, അവൻ്റെ സ്വഭാവത്തിൽ ഖുർആനില്ല, അവൻ്റെ പ്രവർത്തനത്തിലും ഖുർആനില്ല.
അതുകൊണ്ടാണ് ഖുർആൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞത്. ഖുർആൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് ഖുർആൻ അതിലേക്ക് അലിഞ്ഞു ചേരുക, ഖുർആനുമായി അതിനെ ബന്ധപ്പെടുക. ഇദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അങ്ങനെ ഖുർആൻ്റെ വചനങ്ങൾ കേട്ടാൽ ഈമാൻ വർദ്ധിക്കണം, വിശ്വാസം കൂടണം. വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ടുള്ള തറാവി നമസ്കാരമാണ് നമ്മൾ നമസ്കരിക്കുന്നത്. നല്ല ഖിറാഅത്താണെങ്കിൽ, നല്ല സരളമായി ഖുർആനിൻ്റെ നിയമപരമായി അതിൻ്റെ പരിരക്ഷകൾക്ക് പാലിച്ചുകൊണ്ട് ഓതുന്ന ഒരു ഓത്താണെങ്കിൽ അതിൻ്റെ പിന്നിൽ ആളുകൾ നിന്ന് നമസ്കരിക്കും. അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കണം. സാഹൂതം ശ്രദ്ധിച്ച് കേട്ടാൽ തീർച്ചയായും അതിൻ്റെ ആശയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തറക്കാതിരിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് സുമറിൻ്റെ 23-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ്. വർത്തമാനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വർത്തമാനം ഇതാ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ. അതിലെ ചില ആശയങ്ങൾ മുതശാബിഹൻ ഒന്നൊന്നിനോട് സാദൃശ്യമുള്ളതാണ്. ഈ സാദൃശ്യം വന്നത് ആശയങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ തൗഹീദിനെ സംബന്ധിച്ച് തന്നെ ഒരുപാട് അർത്ഥത്തിൽ, ഒരുപാട് സ്വഭാവത്തിൽ, ഒരുപാട് വചനങ്ങൾ ഖുർആനിലുണ്ട്. അതിൻ്റെ പല നിലക്കും പല ന്യായീകരണങ്ങളിലൂടെയും പല വാദസംഹിതകളിലൂടെയും പല തത്വചിന്തകളിലൂടെയും അള്ളാഹു ഏകനാണ്, അവരെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് മനുഷ്യന് മനസ്സിലാകാൻ വ്യത്യസ്ത ശൈലികളിൽ അത് അവതരിപ്പിക്കുന്നു. അതാണ് കിതാബും മുതശാബിഹൻ. മസാനിയ അത് തന്നെ ആവർത്തിക്കപ്പെടുന്നതാണ്. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളുടെ തൊലികൾ അതുകൊണ്ട് രോമാഞ്ചം കൊള്ളും. ഖുർആൻ്റെ വചനങ്ങൾ കേട്ടാൽ അവർക്ക് ദേഹം എടുത്തു കുടിക്കും എന്നൊക്കെ നമ്മൾ പറയില്ല. അതാണ് തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. പിന്നെ അവരുടെ തൊലികളും അവരുടെ ഹൃദയങ്ങളും വളരെ വിനയപ്പെട്ട് വരും, താഴ്മപ്പെട്ട് വരും. അള്ളാഹുവിൻ്റെ ദിക്റായ ഖുർആനിലേക്ക് അവർ അങ്ങേയറ്റം താഴ്മപ്പെട്ട് വരും. എന്തുകൊണ്ടാണ്? ദാലിക ഹുദല്ലാഹ്. ഇത് അള്ളാഹുവിൻ്റെ ഹുദയാണ്. അള്ളാഹു മനുഷ്യർക്ക് എത്തിച്ചു തന്ന, അതുപോലെ തന്നെ ഒരാൾക്കും അതിൽ ഒരു കൃത്രിമവും നടത്താൻ പറ്റാത്ത, ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദിഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ. അതിലെന്തെങ്കിലും ഒരു ബാത്തിൽ കടത്തിക്കൂട്ടാൻ ആർക്കും സാധ്യമല്ല. മുന്നിലൂടെയോ പിന്നിലൂടെയോ അതിലെന്തെങ്കിലും കൃത്രിമം വരുത്താൻ ആർക്കും സാധ്യമല്ല. ലോകൈകനാഥനായ റബ്ബുൽ ഇസ്സത്തിൻ്റെ അവതരണമാണ്, അവൻ അവതരിപ്പിച്ചതാണ് ഈ ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ അതിലൊന്നും ഉണ്ടാക്കാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെയുള്ള വിശുദ്ധ ഗ്രന്ഥം അത് അള്ളാഹുവിൻ്റെ ഹുദയാണ്. യഹ്ദി ബിഹി മൻ യശാഉ. പക്ഷേ അള്ളാഹുവിൻ്റെ ഹിദായത്ത് എല്ലാവർക്കും അള്ളാഹ് കൊടുക്കൂല. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ ഹിദായത്ത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുദ്ലിലില്ലാഹ്. ആരെങ്കിലും വഴിപഴിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഫമാ ലഹു മിൻ ഹാദ്. അവന് സന്മാർഗം നൽകാൻ ആരുമില്ല. അപ്പോൾ സഹോദരന്മാരെ, ഖുർആനുണ്ട് നമ്മുടെ മുമ്പിൽ. 100 കണക്കിന് കോപ്പികൾ നമ്മളിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ ഫോണിലുണ്ട്, എല്ലാ സ്ഥലത്തും ഖുർആനുണ്ട്. നമ്മൾ മദ്രസയിൽ നമ്മൾ ഓതി പഠിച്ചിട്ടുണ്ട്. അതേ പ്രകാരം തന്നെ ഖുർആൻ ഓതി പഠിപ്പിക്കുന്ന ധാരാളം ഹൽക്കകൾ മുമ്പില്ല, ഇപ്പുണ്ട്. മുമ്പേ നമുക്ക് ആ പരിപാടി ഇല്ലായിരുന്നു. കുട്ടികളെ ഹിഫ്ള് പഠിപ്പിക്കലോ കുട്ടികളെ മര്യാദയ്ക്ക് ഖുർആൻ പഠിപ്പിക്കലോ അങ്ങനൊരു സമ്പ്രദായമൊന്നും മുമ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം എല്ലാ നാട്ടിലും എല്ലാ മുസ്ലിങ്ങളും ബോധവാന്മാരാണ്. ചെറിയ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കണം. കാരണം ആ കുട്ടികളുടെ സ്വഭാവത്തിൽ സ്വാധീനിക്കും, അവരുടെ കുടുംബത്തിൽ അത് ഇസ്സത്തുണ്ടാക്കും. മാത്രമല്ല, മരണപ്പെട്ട് ചെന്നാൽ ഈ ഖുർആൻ പഠിച്ച കുട്ടികളെ മുന്നിൽ വെച്ച് ആ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പണം ചെലവാക്കി അതിനുവേണ്ടി അധ്വാനിച്ച മാതാപിതാക്കൾക്ക് അള്ളാഹു മഹ്ശറ ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ വെച്ച് സ്ഥാനപ്പട്ടം കൊടുക്കും. ഇതാ സ്ഥാനപ്പട്ടം, കിരീടം കൊടുക്കും. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആര്? കുട്ടികളെ പഠിപ്പിച്ചവർ. ഖുർആൻ മനഃപ്പാടമാക്കാൻ വേണ്ടി മനഃപ്പാടമാക്കി ഹാഫിളാക്കി ഒരു ഖുർആൻ അറിയുന്ന മുഴുവൻ മനുഷ്യനെ വാർത്തെടുത്ത മാതാപിതാക്കൾക്ക് വലിയ ഇക്റാമാണ് അള്ളാഹു പരലോകത്ത് കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിതാണ് എല്ലാ മനുഷ്യന്മാരുണ്ടാകുമ്പം ഈ ഖുർആൻ പഠിപ്പിച്ച മാതാപിതാക്കളുടെ ത്യാഗത്തിന് അള്ളാഹു അവിടെ വിലമതിക്കുന്നു. അവർക്ക് ആ താജ്, ഒരു കിരീടം ധരിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം.
വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. ഈ ഖുർആൻ ഏറ്റവും അക്വമായ, അതിനേക്കാൾ ചൊവ്വായ വേറൊന്നില്ല, ഏറ്റവും ചൊവ്വായ സന്ദേശത്തിലേക്ക്, ഏറ്റവും ചൊവ്വായ ആശയത്തിലേക്കാണ് ഖുർആൻ ക്ഷണിക്കുന്നത്. വയുബശ്ശിറുൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് അത് സന്തോഷ വാർത്ത അറിയിക്കുന്നു. എന്താണ്? വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അന്നലഹും അജ്റൻ കബീറ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലം. ആ പ്രതിഫലത്തെക്കുറിച്ച് നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ കൂലിയെക്കുറിച്ച്, മാല ഐനുൻ റഅത്ത് വലാ ഉദുനുൻ സമിഅത്ത് വലാ ഖത്റ അലാ ഖൽബി ബശരി. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും ചിന്തിച്ച് അതിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ സാധിക്കാത്തതുമായ പ്രതിഫലമാണ് പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക. അതാണ് അള്ളാഹു ഈ ഖുർആൻ ഏറ്റവും നല്ലതിലേക്ക് വഴി കാണിക്കുന്നു. മനുഷ്യന് സാലിഹാത്തായ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഇത് സന്തോഷവാർത്ത അറിയിക്കുന്നു, അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന കാര്യം എന്ന് പറഞ്ഞത്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹശ്റിൽ അള്ളാഹു ഒരു ആയത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തിൽ പറയുന്നത്, ഈ ഖുർആൻ എന്ന് പറയുന്ന അതിൻ്റെ ആ ശക്തമായ അതിന് സ്വാധീന ശക്തി അത് ജീവനില്ലാത്ത അജരങ്ങളായ വസ്തുക്കളിൽ പോലും സ്വാധീനിക്കുമെന്നാണ്. ജീവനുള്ള മനുഷ്യന് അത് ഗുണം ചെയ്യുന്നില്ല, എന്നാൽ ജീവനില്ലാത്ത പാറകൾ അതുകൊണ്ട് പിളർന്നു പോകുന്നു എന്നാണ് പറഞ്ഞത്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. നമ്മളോടൊരു ആക്ഷേപ സ്വരത്തിൽ അള്ളാഹു മനുഷ്യരോട് പറയാണ്, നമ്മളോടൊക്കെയാണ് ഈ പറച്ചിൽ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ഇത് മനുഷ്യർക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം ഈ ഖുർആനെങ്ങാനും ഒരു മലക്ക് മുകളിലാണ് ഞാൻ ഇറക്കിയിരുന്നതെങ്കിൽ ലറഅയ്തഹു, ആ മലയെ നിനക്ക് കാണാം, ഖാശിഅൻ, അത് പേടിച്ചു വിറക്കുന്നതായിട്ട്, മുതസദ്ദിഅൻ, പൊട്ടിപ്പിളരുന്നതായിട്ട്, മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനുള്ള ഭയപ്പാട് നിമിത്തം. വതിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസ്, ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ അള്ളാഹു മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറഞ്ഞു തരികയാണ്. ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കുന്നതിന് വേണ്ടി. കല്ലിനെ കുറിച്ച് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിന്നാ യശഖഖു വയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്. കല്ല് 3 ജാതിയുണ്ട്. അതായത് വലിയ നദികൾ പൊട്ടി ഒലിച്ച് ഉത്ഭവിക്കുന്ന പാറകളുണ്ട്. അതേ പ്രകാരത്തിന് സ്വയം പിളർന്ന് അതിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുന്ന നീരുറവകൾ പുറത്തേക്ക് വരുന്ന പാറകളുണ്ട്. വളരെ മുകൾ ഭാഗത്തിൽ നിന്ന് അള്ളാഹുവിനെ പേടിച്ചിട്ട് താഴോട്ട് ഉരുണ്ടു വീഴുന്ന പാറകളുണ്ട്. പാറകൾക്ക് അതൊക്കെ ചലനം ഉണ്ടാക്കുന്നുണ്ട്. പടച്ചവനെ കുറിച്ചുള്ള ബേജാറിൽ അവർക്ക് അതൊക്കെ സ്വാധീനിക്കുന്നു. എന്നാൽ മനുഷ്യനില്ല. കാരണം മനുഷ്യൻ ലലൂമുൻ ജഹൂല എന്നാണ് പറഞ്ഞത് ഖുർആനിൽ. ഈ ആകാശങ്ങളോടും ഭൂമിയോടും പർവ്വതങ്ങളോടുമൊക്കെ ഈ വലിയ ഉത്തരവാദിത്വം നല്ല നിലയ്ക്ക് ജീവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ അള്ളാഹുവിനെ വിധിവിലക്കുകൾ ആകാശങ്ങളുടെയും അതുപോലെ തന്നെ ഭൂമിയുടെയും മലകളുടെയും മുമ്പിൽ കാണിച്ചിട്ട് ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖന മിൻഹാ. ആകാശം ഏറ്റെടുത്തില്ല, മലകൾ ഏറ്റെടുത്തില്ല, ഭൂമി ഏറ്റെടുത്തില്ല. ഫഅശ്ഫഖന അൻ യഹ്മിൽനഹാ, അത് ഏറ്റെടുക്കാൻ അവർ വിസമ്മതിച്ചു. ഫഹമലഹൽ ഇൻസാൻ, അത് ഞാൻ റെഡിയല്ലേ എന്ന് പറഞ്ഞ് മനുഷ്യനത് ഏറ്റെടുത്തു. ഇന്നഹു കാന ലലൂമൻ ജഹൂല, വലിയ വിവരം കെട്ടവനും വലിയ അക്രമിയുമാണ് മനുഷ്യൻ. ഇതൊരു സഹോദരന്മാരെ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടാണ് പരലോകത്ത് വെച്ച് റസൂൽ പറയും എന്ന് പറഞ്ഞത് സൂറത്തുൽ ഫുർഖാൻ. എന്താ പറയുക? വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. വഖാല റസൂലു, പ്രവാചകൻ പറയും മഹ്ശറയിൽ, യാ റബ്ബി, എൻ്റെ നാഥ, പടച്ചവനെ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ ജനത ഈ ഖുർആൻ വലിച്ചെറിഞ്ഞു, അവരത് അവിടെ ഇട്ടേച്ചു. അതിനോടുള്ള യാതൊരു ആദരവും അവർ പ്രകടിപ്പിച്ചില്ല, അത് പഠിച്ചില്ല, അത് മനസ്സിലാക്കിയില്ല, അതനുസരിച്ച് പ്രവർത്തിച്ചില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇസ്സത്ത് നഷ്ടപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ
വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഫബിദാലിക ഫല്യഫ്റഹു വബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു വഖൈറുൻ മിമ്മാ യജ്മഊൻ. എല്ലാ മനുഷ്യരോടും, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ലോകത്ത് മുസ്ലിമായി മനുഷ്യനായി പിറന്നിട്ടുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനമാണ് ഈ ഖുർആൻ. വശിഫാഉൽ ലിമാ ഫി സുദൂർ, ഹൃദയത്തോട് ചേർത്ത് വെക്കണ്ടേ ഖുർആൻ. ആ ഹൃദയത്തിലുള്ള പക, അസൂയ, കളവ്, തോന്നിവാസം, ഷിർക്ക്, പലിശ, എല്ലാ തരത്തിൽ അള്ളാഹു വെറുക്കുന്ന മുഴുവൻ കേടുകളും ആ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി അവിടെ പ്രകാശം കൊണ്ട് നിറയ്ക്കേണ്ട, സന്മാർഗം കൊണ്ട് നിറയ്ക്കേണ്ട ഗ്രന്ഥമാണത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? ആ വിശുദ്ധ ഖുർആൻ മൗഇദത്തുൻ ഖദ് ജാഅകും മൗഇദത്തുൻ മിർ റബ്ബികും വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള രോഗങ്ങൾക്ക് ശിഫയാണ്. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശ്വാസികളായ ആളുകൾക്ക് അത് കാരുണ്യമാണ്, റഹ്മത്താണ്. കുൽ, പറയുക പ്രവാചകരെ, ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, ഫദ്ൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. അപ്പം അള്ളാഹുവിൻ്റെ ഫദ്ൽ നമ്മൾ മുസ്ലിങ്ങളാക്കി എന്ന കാര്യം ഒരുപാട് ആളുകളെ നമ്മൾ കാണും. ചാണകം പശുവിനെ ആരാധിക്കുന്നു, അതിൻ്റെ മൂത്രം കുടിക്കുന്നു, പശുവിൻ്റെ പാല് പുറത്തേക്ക് ചിന്തുന്നു. എൻ്റെ തമാശ, പശുവിൻ്റെ പാലാണ് കുടിക്കേണ്ടത്, എന്നാൽ പശുവിൻ്റെ പാല് പുറത്തേക്ക് ചിന്തുക, അത് ഭക്തി, ആരാധനയുടെ ഭാഗമായി അത് ഒഴിച്ചു കളയുക, കറന്നെടുത്ത പാൽ ഒഴിച്ചു കളയുക. മൂത്രമാണെങ്കിലോ അത് വിശുദ്ധമാണെന്ന് നിലക്ക് കുടിക്കുക, പശുവിനെ ആരാധിക്കുക. സഹോദരന്മാരെ, ഇതിനപ്പുറം ബുദ്ധിത്വം പാറെന്തെങ്കിലും ഉണ്ടോ? ഇത് വലിയ ബുദ്ധിത്വമാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് മാർഗദർശനമായി ഇറക്കിയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല മാർഗവും സന്മാർഗവും ഇസ്ലാമാണ്. അള്ളാഹു അംഗീകരിക്കുന്ന ഏക മതം ലോകത്ത് ഇസ്ലാം മാത്രമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, പടച്ചോണ്ടെടുക്കൽ അംഗീകരിക്കപ്പെട്ട ഏക മതം ഇസ്ലാമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒരു മതം ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ, അംഗീകരിക്കുകയാണെങ്കിൽ, അതവൻ്റെ മതമായി സ്വീകരിക്കുകയാണെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു, അള്ളാഹു ആ മതം അവനിൽ നിന്ന് സ്വീകരിക്കില്ല. ഇസ്ലാം സ്വീകരിക്കണം. കാരണം അള്ളാഹ്ക്ക് മാത്രമുള്ള സമർപ്പണമാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ ഖുർആൻ മനുഷ്യർക്ക് എന്തുകൊണ്ട് ഇത് സ്വാധീനമുണ്ടാക്കുന്നില്ല? അജരങ്ങളായ ജീവനില്ലാത്ത വസ്തുക്കളിൽ പോലും ഇത് സ്വാധീനിച്ച് അതിനെ പിളർത്തുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇനി വേറൊരു ഉദാഹരണം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ ഖുത്ബ നിർവഹിച്ചിരുന്നത് ആദ്യം പള്ളിയിൽ ഉള്ള ഒരു തൂണിൽ ചാരി നിന്നാണ്. മസ്ജിദ് നബവിയിലെ ഈത്തപ്പന കൊണ്ടുണ്ടാക്കിയ ഒരു തൂണിൽ ചാരി നിന്നാണ് ഖുത്ബ നിർവഹിച്ചിരുന്നത്. അങ്ങനെ നിപുണനായ ഒരാശാരിയോട് തനിക്കൊരു മിമ്പർ ഉണ്ടാക്കി തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ഒരു മിമ്പർ നിർമ്മിക്കപ്പെട്ടു. ആ മിമ്പർ കൊണ്ടുവന്ന് പള്ളിയിൽ സ്ഥാപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ സാധാരണ ഖുത്ബ പറയുന്ന ഈത്തപ്പനത്തടിയുടെ അടുക്കൽ കൂടി നടന്നുപോയി ആ മിമ്പറിൽ കയറാൻ ശ്രമിച്ചപ്പോൾ ഒരു കരച്ചിൽ നബി കേട്ടു. സഹീഹായ ഹദീസാണ്. എല്ലാ ദിവസവും ഈത്തപ്പനയുടെ അരികിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുന്നു, ദിക്റുകൾ പറയുന്നു. ഇതെല്ലാ ദിവസവും കേൾക്കാനും അതിൽ സന്തോഷം കൊള്ളാനും സൗഭാഗ്യമുണ്ടായിരുന്ന ഈത്തപ്പന ആ സൗകര്യം തനിക്ക് നഷ്ടപ്പെട്ട് അത് മിമ്പറിലേക്ക് മാറുന്നു എന്ന് കണ്ടപ്പോൾ കരഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് മുകളിൽ ഇറങ്ങി ആ ഈത്തപ്പനയുടെ അടുക്കൽ വന്ന് കൈവച്ച് അതിനെ സമാധാനിപ്പിച്ചു. അപ്പോഴാണ് കരച്ചിൽ നിർത്തിയത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. സാധാരണ ഈത്തപ്പനൊക്കെ എന്ത് ജീവനാണുള്ളത്. അപ്പോൾ ഖുർആനിൻ്റെ വചനങ്ങൾ കേൾക്കാൻ ഇമ്പം, ആഗ്രഹം, അഭിലാഷം, അത് നഷ്ടപ്പെട്ടു പോകുന്നതിലുള്ള വേവലാതി അതൊരു ഈത്തപ്പനക്കുണ്ടെങ്കിൽ നമുക്ക് അതില്ല എന്നുള്ളതാണ് നമ്മുടെ സങ്കടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹം നാഫി ഇബ്നു അബ്ദുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു സഹാബിയെ മക്കയുടെ ഗവർണറാക്കി. അങ്ങനെ ഒരു അനിവാര്യമായ യാത്ര ഉമർ ഖത്താബ് നടത്തി. അത് അസ്ഫഹാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ട് ഈ നാഫി ഇബ്നുൽ ഹാരിസ്. ഉമർ ഖത്താബ് ചോദിച്ചു, എന്താ ഇവിടെ? താങ്കൾ അവിടെ മക്കായിൽ ഭരണം നടത്തേണ്ട ഗവർണറല്ലേ?
പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്? അതിന് ഞാൻ അനുയോജ്യനായ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആരാണ് അനുയോജ്യനായ ആൾ? ഇബ്നു ഉബ്സ, അയാളുടെ പേരാണ്, ഓർത്തു വെച്ചോളി. ഇബ്നു ഉബ്സ എന്ന് പറയുന്ന ഒരാളെ ഞാൻ എനിക്ക് പകരം കാര്യങ്ങൾ നോക്കാൻ അവിടെ ഏൽപ്പിച്ച ഒന്ന്. ആരാണ് ഇബ്നു ഉബ്സ? അത് മീൻ മവാലീന, ഞങ്ങളുടെ അടിമകളിൽപ്പെട്ട ഒരു അടിമയാണ്. അടിമ ഉമർ ഖത്താബ് അപ്പോഴും തിരിച്ചു ചോദിച്ചു, ഈ ഒരു അടിമയാണ് ഇപ്പോൾ ഏൽപ്പിച്ചത്? അപ്പോൾ ഈ നാഫി ബിൻ ഹാരിസ് പറയാണ്, അത് സാധാരണ അടിമയല്ല. പിന്നെന്താണ് അദ്ദേഹം പറയുന്നു? അതായത് അദ്ദേഹം വിശുദ്ധ ഖുർആൻ അഗാധമായ പാണ്ഡിത്യമുള്ള ആളാണ്, അത് മനഃപ്പാടമാക്കിയ ആളാണ്, അതിൻ്റെ വിധിവിലക്കുകൾ അറിയാവുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ അയാൾ വഖാലിൻ, ഖുർആൻ ഉപയോഗിച്ച് ജനങ്ങൾക്കിടയിൽ വിധി പറയാൻ കഴിവുള്ള ആളാണ് ഈ അടിമ. അതുകൊണ്ട് അയാളെയാണ് ഞാൻ എനിക്ക് പകരം ഭരണാധികാരിയാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞ വാക്ക്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ കൊണ്ട് ചില ആളുകളെ ഉന്നത പീഠങ്ങളിലേറ്റും ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയർത്തി വെക്കും. ഒരടിമയാ മനുഷ്യൻ ഒരു രാജ്യത്തിൻ്റെ ഭരണം കൈയാളാൻ മാത്രം ആവശ്യമുള്ള യോഗ്യതയും കഴിവും ഇബ്നു ഉബ്സ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അക്ഷരപതി ശരിയാണ്. ഈ ഖുർആൻ കൊണ്ട് ചില ആളുകളെ അള്ളാഹു ഉയർത്തും, ചില ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല താഴോട്ട് തള്ളിയിടും. കാരണം ഓലത് ശ്രദ്ധിക്കണില്ല, ഓലിങ്ങനെ ടോർച്ചായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ അത് അടിച്ചു നോക്കിയാലല്ലേ വെളിച്ചം കാണുള്ളൂ. അതവരുടെ തൊക്കിലുണ്ട്, പക്ഷെ അതവർ ഉപയോഗിക്കുന്നില്ല, ആ വെളിച്ചം അവരുപയോഗിക്കുന്നില്ല എന്നതാണ് ശരി. അതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക്, അതെന്താ? ലൗ തഹുറത്ത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ, മാ ശബിഅത്ത് മിൻ കലാമില്ലാഹി അസ്സ വജല്ല, അള്ളാഹിൻ്റെ കലാമിൽ നിങ്ങൾക്ക് മടുപ്പനുണ്ടാവില്ല. ഷബിഅ എന്ന് പറഞ്ഞ അറബി വാക്കിൻ്റെ അർത്ഥം തിന്നിട്ട് മതിയാവുക എന്നാണ്. തിന്നിട്ട് മതിയാവുക, അതിനാണ് ഷബിഅ എന്ന് പറഞ്ഞ അർത്ഥം. അപ്പോൾ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയുള്ളതാണോ, തഹൂറാണോ, എന്നാൽ നിങ്ങൾക്കൊരിക്കലും മടുപ്പ് വരികയില്ല. ഖുർആൻ മനസ്സിലാക്കിയിട്ടും ഖുർആൻ ഓതിയിട്ടും ഖുർആൻ പഠിച്ചിട്ടും ഒരിക്കലും നിങ്ങൾക്കതിൽ നിന്ന് എന്തി വരില്ല, അതിൻ്റെ മടുപ്പ്, അതല്ലെങ്കിൽ അത് മതിയാവുകയില്ല. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബി തിലാവത്തിൽ ഖുർആൻ, നീ ഖുർആൻ പാരായണം ചെയ്യണം. അബൂദറിനോടാണ് പറയുന്നത്. ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർള്, അത് നിനക്ക് ഭൂമിയിൽ വെളിച്ചമാണ്. വദുഖുറുൻ ലക ഫിസ് സമാ, ആകാശത്തിൽ നാളെ നീ ചെന്നാൽ തിരിച്ചു കിട്ടാവുന്ന നിക്ഷേപവുമാണ്. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യണം. ആ ഖുർആൻ പാരായണം ചെയ്താൽ, ആ ഖുർആൻ പാരായണം ചെയ്യുന്നത് നിനക്ക് ഈ ഭൂമിയിൽ, ഈ ഐഹിക ജീവിതത്തിൽ നിനക്കൊരു വെളിച്ചമാണ്. മരണപ്പെട്ട് ചെന്നതിന് ശേഷം പരലോകത്ത് നിനക്കതൊരു നിക്ഷേപവുമാണ്. അതുകൊണ്ടാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളിൽ വെച്ച് നല്ല മനുഷ്യരാരാണ്? അത് ഖുർആൻ പഠിക്കുക, പിന്നെ അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ നന്നായി ഓതാനും അതുപോലെ തന്നെ അതിൻ്റെ ആശയങ്ങളൊക്കെ മനസ്സിലാക്കുക, എന്നിട്ട് അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക. അതാണ്. മാത്രമല്ല ഖുർആനുള്ള ആളുകൾക്കാണ് എപ്പോഴും ബഹുമാനം, ഖുർആൻ പഠിച്ച ആളുകൾക്കാണ്. പ്രത്യേകിച്ച് ഒരാൾ ഇമാമ് നിൽക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്നവരാണ് ഇമാമ് നിൽക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ രണ്ടുപേരും ഒരേ മാതിരിയാണ്, ഒരു വ്യത്യാസമില്ല. അങ്ങനെയാണെങ്കിലോ അപ്പം നോക്കേണ്ടത് അവരാരാണ് ആദ്യം ഹിജ്റ വന്നതെന്ന് നോക്കണം, എന്നിട്ട് അയാൾ ഇമാം നിൽക്കണം. അതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിൻ്റെ സമയത്ത് 2 മയ്യത്തുകളും കൂടി നബി ഒരു കബറിൽ വെച്ചു, ഒരു കബറിൽ. കാരണം അന്ന് തുണി ഒന്നും അധികം ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ തുണിയിൽ ആണ് കഫൻ ചെയ്തത്, 2 മയ്യത്തും ഒറ്റ തുണിയിൽ. എന്നിട്ട് കബറിലേക്ക് വെക്കുമ്പോൾ ആദ്യം കബറിലേക്ക് പോകേണ്ട ഭാഗം കൂടുതൽ ഖുർആൻ അറിയുന്ന ഒരാളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊക്കെ ഹദീസിലുള്ളതാണ്. അപ്പോൾ ഖുർആനുള്ള ആളുകളെ ബഹുമാനിക്കുന്ന, ഖുർആനുള്ള ആളുകൾക്ക് കിട്ടുന്ന ബഹുമാനം, അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് മുഴുവനും. നമ്മുടെ സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന വൽ ഹസനത്തു ബി അശ്രി അംസാലിഹാ ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. മൻ ഖറഅ ഹർഫൻ, ഒരക്ഷരം,
ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരമാണല്ലോ. ഇസ്മ്, ഫിഅല്, ഹർഫ്. ഇസ്മ് എന്ന് പറഞ്ഞാൽ നാമം, നൗണ്. ഫിഅല് എന്ന് പറഞ്ഞാൽ വെർബ്, ക്രിയ. പിന്നെ മറ്റേ അഡ്ജക്റ്റീവായിട്ടുള്ളത് ഹർഫ്, അക്ഷരങ്ങൾ. അപ്പോൾ ഈ ഇസ്മ്, ഫിഅല്, ഹർഫിൽപ്പെട്ട ഒരക്ഷരം, ഖുർആനിൽ നിന്ന് ഒരു അക്ഷരം നിങ്ങൾ പറഞ്ഞാൽ അതൊരു ഹസനത്താണ്. ഒരു ഹസനത്ത് പറഞ്ഞാൽ ഒരു നന്മ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നന്മ നിങ്ങൾ വിചാരിക്കരുത്, ആ ഹസനത്തിന് ഫലഹു അശ്റു അംസാലിഹ ലിക്കുല്ലി ഹസന ഫൽ ഹസനത്തു അശ്റു അംസാലിഹ. ഒരു ഹസനത്തിന് 10 ഹസനത്തിൻ്റെ കൂലിയാണ്. ഒരക്ഷരം നിങ്ങൾ ഖുർആനിൽ നിന്ന് ഓതിയാൽ നിങ്ങൾക്ക് 10 ഹസനത്തിൻ്റെ പ്രതിഫലമാണ് കിട്ടുക. ഞാൻ പറയുന്നില്ല അലിഫ്ലാം മീം, അങ്ങനത്തെ അലിഫ്ലാം മീം എന്ന് പറഞ്ഞ പല സൂറത്തുകളുടെയും തുടക്കത്തിലുണ്ട്. സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിലുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന സൂറത്ത് സജ്ദയുടെ തുടക്കത്തിലുണ്ട്, അതേപ്രകാരം തന്നെ സൂറത്ത് ആൽ ഇംറാൻ്റെ തുടക്കത്തിലുണ്ടൊക്കെ അലിഫ്ലാമുണ്ട്. അതൊരക്ഷരമല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിലൊരക്ഷരം അലിഫാണ്, രണ്ടാമത്തെ അക്ഷരം ലാമാണ്, മൂന്നാമത്തെ അക്ഷരം മീമാണ്. അപ്പോൾ നിങ്ങൾ അലിഫ്ലാം മീം എന്ന് മാത്രം പറഞ്ഞാലും നിങ്ങൾക്ക് 30 ഹസനത്താണുള്ളത് എന്നർത്ഥം. 30 ഹസനത്ത്, ഓരോ അക്ഷരത്തിനും 10 ഹസനത്ത് വീതം 30 ഹസനത്താണ് നിങ്ങൾക്കുള്ളത് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സഹോദരന്മാരെ, അതുകൊണ്ട് ഖുർആൻ നമ്മൾ പഠിക്കണം. ഒരുപാട് സംവിധാനങ്ങൾ ഖുർആൻ പഠിക്കാൻ ഇന്ന് എല്ലാ വിഭാഗം ആളുകളും അതിൽ കുറേ ഉത്സാഹം കാണിക്കുന്നുണ്ട്. ഖുർആൻ പഠിപ്പിക്കാൻ, ആളുകളെ ഓത്തു പഠിപ്പിക്കാനും ഖുർആൻ പഠിപ്പിക്കാനും അതിൽ ബുക്കും പെന്നുമായി നിങ്ങൾ ചെന്ന് ഹാജരാകണം. നിങ്ങൾ പഠിക്കണം. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട്, സമ്പത്ത്, അത്യാവശ്യമായ നമ്മുടെ കാര്യങ്ങൾക്ക് ആവശ്യമായ സ്വത്ത് അല്ലാഹു തന്നിട്ടുണ്ട്, വീട് തന്നിട്ടുണ്ട്, കുടുംബം തന്നിട്ടുണ്ട്, കുട്ടികൾ തന്നിട്ടുണ്ട്, വലിയ കുടുംബമുണ്ട്. എല്ലാ നിലക്കും ഒരു മനുഷ്യനെ സംരക്ഷിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ അല്ലാഹു അവിടെ ചെയ്തിട്ടുണ്ട്. ലാ തൂതു സുഫഹ അംവാലക്കും അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമൻ. നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആധാരമായി നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പണം അത് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഡ്ഢികൾക്ക് കൊടുക്കരുത്. അപ്പം നിങ്ങളുടെ നിലനിൽപ്പിന് അള്ള പണം നൽകി. എന്നിട്ട് അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത അള്ളാഹുവിന് നമ്മൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ആളുകൾ. വലാ തജിദു അക്സറഹും ഷാക്കിരീൻ എന്ന് ശൈത്താൻ പറഞ്ഞതാണ്. വലാ തജിദു അക്സറഹും ഷാക്കിരീൻ, അതിൽ അധിക ആളുകളും നിനക്ക് നന്ദിയുള്ളവരായിട്ട് കാണാൻ സാധ്യമല്ല. സഹോദരന്മാരെ, അള്ളാഹുവിനോട് നന്ദി വേണ്ടി കാണിക്കണമെങ്കിൽ അവൻ തന്നിട്ടുള്ള ഈ ആരോഗ്യം ദഅവത്തിന് ഉപയോഗിക്കണം. ദഅവത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ പോലെ ഇവിടെ ഈ മിമ്പറിൻ്റെ മുകളിൽ നിന്ന് പ്രസംഗിക്കൽ മാത്രമല്ല, ജനങ്ങളോട് ഒറ്റക്കൊറ്റയ്ക്ക് സംസാരിക്കണം, ആശയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതേപ്രകാരം തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ നമ്മുടെ അയൽപക്കങ്ങളിലും ഒക്കെ നമ്മൾ പരത്തണം. ഖുർആൻ പഠിപ്പിക്കണം, ആ ഖുർആൻ്റെ പ്രചാരകരാകണം, ഖുർആൻ്റെ ആശയം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്തണം. മദ്രസകൾ സജീവമാക്കണം. പലയിടത്തും പരിതാപകരമാണ് മദ്രസകളുടെ അവസ്ഥ. ഇപ്പം പ്രത്യേകിച്ചും പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വന്നപ്പോൾ ആകെ 1.5 മണിക്കൂർ. ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ച കാലത്ത് ഞങ്ങൾ 3 മണിക്കൂറാണ് മദ്രസ പഠിച്ചത്. 3 മണിക്കൂർ. ഇവിടെ ഈ പള്ളിയിൽ എത്രയോ കാലം ഈ പള്ളിയിൽ ബാങ്കും അതുപോലെ തന്നെ നമസ്കാരത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന അസൈനാരും അല്ലാക്കെ പഠിപ്പിച്ച ആളാണ് ഞാൻ മദ്രസയിൽ. അദ്ദേഹത്തിൻ്റെ മകൻ ഉസ്മാൻ മാസ്റ്റർ പഠിപ്പിച്ച ആളാണ് ഞാൻ. അന്നൊക്കെ അവർ പഠിപ്പിച്ചിരുന്നു, അടിച്ച് പഠിപ്പിച്ചിരുന്നു. ഖുർആൻ ഓതിയിട്ടില്ലെങ്കിൽ ശിക്ഷ കൊടുത്തിരുന്നു. പഠിക്കാൻ പാടില്ല, ഓക്കെ അടിക്കണ്ട. എന്നാൽ തന്നെ നല്ല നിലക്ക് പറഞ്ഞാലും നിങ്ങളുടെ കുട്ടികൾ അന്നത്തെ കാലത്ത് പഠിപ്പിച്ച ഉസ്താദുമാരെ ആലോചിക്കുക. അവർ ഖുർആൻ പഠിപ്പിച്ച ആൾക്കാരാണ്. അവർക്ക് അല്ലാഹു അതിന് തക്കതായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. മദ്രസ സജീവമാക്കണം. മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കണം. എങ്ങനെയെങ്കിലും ചുരുക്കി ഇപ്പോൾ 1.5 മണിക്കൂറാണ് മദ്രസ കിട്ടുന്ന എൻ്റെ അറിവ്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. സഹോദരന്മാരെ, അങ്ങനെയാണെങ്കിൽ ആ കുട്ടികൾക്ക് പഠിക്കാൻ വേറെയും ചില സംവിധാനങ്ങൾ ഉണ്ടാക്കണം നമ്മൾ. എന്നിട്ട് ദീന് പറഞ്ഞു കൊടുക്കണം. മറ്റ് അറിവുകളൊക്കെ ഉപകാരം തന്നെയാണ്. കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ഒക്കെ പഠിച്ചോട്ടെ, മാത്തമാറ്റിക്സ് പഠിച്ചോട്ടെ, ഇംഗ്ലീഷ് പഠിച്ചോട്ടെ, അതൊക്കെ ആവശ്യമാണ്. പക്ഷെ ദീനുണ്ടോ? ദീനില്ലെങ്കിൽ തല പോയ തെങ്ങിൻ്റെ മാതിരി ഉണ്ടാകും. ദീനുണ്ടാവണം. ദീനാണ് നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ അവലംബം. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് മനഃപ്പാഠമാക്കാനും അത് ഉപയോഗിച്ച് നമസ്കരിക്കാനും അതുപോലെ തന്നെ
അത് പ്രചരിപ്പിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ റമദാൻ മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ ആരാധനകളും അതിൻ്റെ ന്യൂനതകളൊക്കെ പുറത്തു തന്ന് അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. പരസ്പര സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഒരു മഹല്ലിൽ കഴിയാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.